നമസ്കാരം. ഡൊമസ്റ്റിക് അപ്ലയൻസസ് എന്ന മോഡ്യൂളിലെ മൈക്രോവേവ് ഓവൻ എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ നോർമലി നമ്മൾ ഓവൻ എന്ന് പറയും. അതൊരു കിച്ചൺ അപ്ലയൻസസ് ആണ് അല്ലെ. ഫുഡ് ഹീറ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്ലയൻസസ് ആണ് ഓവൻ എന്ന് പറയുന്നത്. അപ്പം മൈക്രോവേവ് ഓവൻ എന്ന് പറയാൻ കാരണം നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ, അതായത് ഇലക്ട്രിക്കൽ എനർജിയെ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ റേഡിയേഷൻ മൈക്രോവേവ് റേഞ്ചിലുള്ള റേഡിയേഷൻ ആയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. മൈക്രോവേവ് ഓവനിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് ആണ്. അതായത് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസി ഹീറ്റിംഗ് ആണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജിയെ മൈക്രോവേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ മൈക്രോവേവിനെ എഗെയിൻ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഫുഡിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓവൻ നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസിലും അവൈലബിൾ ആണ്. അതായത് ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണെങ്കിലും നമുക്ക് ഓവൻ അവൈലബിൾ ആണ്. ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിനാണെങ്കിൽ ഇതിന്റെ പവർ റേറ്റിംഗ് വരുന്നത് 1 കിലോവാട്ട് ആണ്. അതിന് മേലെ പോകുന്നതാണ് ഇൻഡസ്ട്രിയൽ ഓവൻസിൽ ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് 915 ടു 2440 മെഗാ ഹെർട്സിലാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വരുന്ന ഫ്രീക്വൻസി റേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമസ്റ്റിക് ഓവനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഓവനിൽ രണ്ട് ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ മൈക്രോവേവ് ജനറേറ്റർ, സെക്കൻഡ് വൺ ആപ്ലിക്കേറ്റർ. മൈക്രോവേവ് ജനറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് പേര് പോലെ തന്നെ മൈക്രോവേവ് എനർജി ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്. ഓക്കെ, ഇനി ആപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഈ മൈക്രോവേവ് ജനറേറ്ററും ഹീറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസുമായിട്ട് നമുക്കൊരു ലിങ്ക് വേണം അല്ലെ. ഈ മൈക്രോവേവ് എനർജി കടത്തിവിടാൻ നമുക്കൊരു ചാനൽ ആവശ്യമാണ്. വെറുതെ ഉള്ളൊരു ചാനൽ അല്ല, നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി, മൈക്രോവേവ് എനർജി ഫുൾ ലീക്കേജ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ഒരു പ്രോപ്പർ ഇംപെഡൻസ് മാച്ചിങ് ഉള്ള ഒരു ഡിവൈസ് ആണ് നമുക്ക് അവിടെ ആവശ്യം. ഇപ്പൊ സാധാരണ രീതിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യാവിറ്റി ടൈപ്പ് എക്യുപ്മെന്റ്സിലോ അല്ലെങ്കിൽ വേവ് ഗൈഡിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഗൈഡ് ടൈപ്പ് ആപ്ലിക്കേറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ കണ്ടക്ടിങ് ട്യൂബ്. ഓക്കെ, അതായത് ഒരു ചാനൽ പോലെ, ഒരു ട്യൂബ് പോലെ ഒരു എക്യുപ്മെന്റ്. ഇതാണ് ആപ്ലിക്കേറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഓവന്റെ സ്കിമാറ്റിക് ഡയഗ്രാം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, മൊത്തത്തിലുള്ളത് ഒരു കുക്കിംഗ് ക്യാവിറ്റി ആണ്. ഫ്രണ്ടിലൊരു വിൻഡോ ഉണ്ട്, കൺട്രോൾ പാനൽ ഉണ്ട്. ഇതിനകത്ത് വരുന്നത് ഹീറ്റിംഗ് എലമെന്റ്, വേവ് സ്റ്റിറർ, വേവ് ഗൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചാനൽ വേണം, അതൊരു ആപ്ലിക്കേറ്റർ ഉണ്ട്. അതാണ് ഈ വേവ് സ്റ്റിററും വേവ് ഗൈഡും വരുന്നത്. ദെൻ കൂളിംഗ് ഫാൻ, ആന്റീന, മാഗ്നട്രോൺ, കപ്പാസിറ്റർ, ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ, ഇതെല്ലാം മൈക്രോവേവ് ജനറേറ്ററിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത്രയും കമ്പോണൻസ് ആണ് ഈ ഓവന്റെ അകത്ത് ഇൻബിൽട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷനിങ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്നത്. ഇതിൽ കാണാം ഏറ്റവും താഴെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നു. പവർ സപ്ലൈ കൊടുക്കുന്നത് എത്രയാണ്? നമ്മുടെ ഇന്ത്യൻ AC ഫ്രീക്വൻസി അല്ലെ, 230 വോൾട്ട് 50 ഹേർട്സ് ആണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത് സ്വിച്ചിലേക്ക്, അതായത് കൺട്രോളിംഗ് ഫംഗ്ഷനിലേക്കും മൈക്രോവേവ് ജനറേറ്ററിലേക്കും എല്ലാം
പോയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഈ മൈക്രോവേവ് ജനറേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ, ഹൈ വോൾട്ടേജ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ, മാഗ്നട്രോൺ, ട്യൂബ്, ഇത് മൂന്നുമാണ് മൈക്രോവേവ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. ദെൻ ആപ്ലിക്കേറ്ററിൽ മൈക്രോവേവ് ക്യാവിറ്റി അല്ലെങ്കിൽ വേവ് ഗൈഡും സ്റ്റിറർ ബ്ലേഡും ആണ് ആപ്ലിക്കേറ്ററിനകത്ത് വരുന്നത്. ബാക്കിയെല്ലാം ഇന്റർലോക്ക് സ്വിച്ചസ്, ടൈമർ, പവർ കൺട്രോൾ, ഇലക്ട്രോണിക് യൂസർ ഇന്റർഫേസ്, ഇതെല്ലാം ഒരു കൺട്രോളിങ് സർക്യൂട്ട്സ് ആണ്, ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ പവർ സപ്ലൈ ആയിട്ട് നമുക്ക് SMPS പോലെ തന്നെ ഒരു ബോർഡായിരിക്കും അവിടെ പവർ സപ്ലൈ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മൈക്രോവേവ് ജനറേറ്റർ. ഇപ്പൊ നേരത്തെ ബ്ലോക്ക് ഡയഗ്രത്തിൽ എന്താ പറഞ്ഞത്? 3 ബ്ലോക്സ് ആണുള്ളത്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ, ഹൈ വോൾട്ടേജ് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ, ദെൻ മാഗ്നട്രോൺ. ഇത് ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ അതൊരു പവർ ട്രാൻസ്ഫോമർ ആണ്. ഈ പവർ ട്രാൻസ്ഫോമറിന് 3 വൈൻഡിങ് ആണുള്ളത്. അതായത് ഒരു പ്രൈമറി വൈൻഡിങ്, ദെൻ സെക്കൻഡറി വൈൻഡിങ്ങിലെ 2 രീതിയിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫിലമെന്റ് വൈൻഡിങ്ങും ഉണ്ട്, ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൽ 230 വോൾട്ട് 50 ഹെർട്സ് AC വന്നു. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഫിലമെന്റ് വൈൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 3.2 വോൾട്ട് AC ആക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ വോൾട്ടേജ് ലെവൽ, അതായത് ഈ 3.2 വോൾട്ട് കൊടുക്കുന്നത് മാഗ്നട്രോൺ ഹീറ്റ് ചെയ്യാൻ ഉള്ള ഫിലമെന്റിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ഫിലമെന്റ് ഹീറ്റിംഗ് എലമെന്റ് കണ്ടു. അപ്പൊ അതിലാണ് ഈ 3.2 വോൾട്ട് AC നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൈൻഡിങ്, സെക്കൻഡറിയിലെ നെക്സ്റ്റ് വൈൻഡിങ് സ്റ്റെപ്പ് അപ്പ് വൈൻഡിങ് ആണ്. അത് ഹൈ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയും. അതായത് ഈ 230നെ 1900 വോൾട്ട് AC ആക്കുന്നു. ഓക്കെ, ഇത് കൊടുക്കുന്നതും മാഗ്നട്രോണിലെ കാഥോഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1900 വോൾട്ടിനെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് ഒരു വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ടിലോട്ടാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഹൈ വോൾട്ടേജ് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതുവഴിയാണ് ഈ 1900 വോൾട്ടിനെ പാസ് ചെയ്യിക്കുന്നത്. അപ്പൊ ഈ ഹൈ വോൾട്ടേജ് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ഹൈ വോൾട്ടേജ് ഡയോഡ് ആൻഡ് കപ്പാസിറ്റർ അസംബ്ലി ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന 1900 വോൾട്ട് AC-നെ ഇത് റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് DC ആക്കുന്നു. 1900 വോൾട്ട് തന്നെ DC ആക്കുന്നു. എഗെയിൻ ഇതിനെ ഒരു വോൾട്ടേജ് ഡബ്ലർ സർക്യൂട്ട്, വോൾട്ടേജ് മൾട്ടിപ്ലയർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ഡബ്ലർ ആണ്. അപ്പം ഡബിൾ ചെയ്യും, ഇൻപുട്ട് വരുന്ന വോൾട്ടേജിനെ ഡബിൾ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കും. അപ്പം ഡബ്ലറിലേക്ക് കൊടുക്കുമ്പോൾ 1900 എന്നുള്ളത് 3800 വോൾട്ട് DC ആകുന്നു. ഈ 3800 വോൾട്ട് DCയെ മാഗ്നട്രോണിന്റെ കാഥോഡിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നട്രോൺ എന്താന്ന് നമുക്ക് നോക്കാം. മാഗ്നട്രോൺ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഇലക്ട്രോൺ റെസണൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഹൈ പവർഡ് ആയിട്ടുള്ള മൈക്രോവേവ്സ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിഗറിൽ ഒന്ന് നോക്കാം. ഈ ഫിഗറിൽ ഫസ്റ്റ് കാണുന്ന ഫിഗറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. നടുക്ക് വരുന്ന ഒരു പാർട്ടിനകത്ത് ഒരു ബ്രോൺസ് കളർ, ആ നടുക്കത്തെ പാർട്ടാണ് ഇപ്പുറത്ത് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതൊരു ക്യാവിറ്റിയാണ്. ഓക്കെ, അപ്പം യെല്ലോ പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് കാഥോഡും ഈ ബ്രോൺസ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആനോഡുമാണ്. അപ്പൊ കാഥോഡായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റണും ആനോഡായിട്ട് കോപ്പറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ CRO പഠിച്ചപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു CRTയിൽ ഒരു കാഥോഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു കാഥോഡിനെ യൂസ് ചെയ്ത്
ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തിട്ടാണ് അത് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാഥോഡിലേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതിനാണ് നമ്മൾ വോൾട്ടേജ് ഡബ്ലർ യൂസ് ചെയ്ത് 3800 DC വോൾട്ട് നമ്മൾ കാഥോഡിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുവാണ്. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഈ ആനോഡിൽ വന്ന് സർക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്യും. ഓക്കെ, ഈ ആനോഡ് എന്ന് പറയുന്ന പോർഷനിൽ കുറെ ക്യാവിറ്റീസ് നിങ്ങൾക്ക് കാണാം, കുറെ ഹോൾസ് പോലെ നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ ഈ ക്യാവിറ്റിയിൽ വന്നിട്ട് ഈ ഇലക്ട്രോൺസ് സർക്കുലർ പാത്ത് റെസനേറ്റ് ചെയ്യും. ഓക്കെ, ഈ സർക്കുലർ പാത്തിൽ ഇതിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സർക്കുലർ പാത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലും താഴെയുമായിട്ട് പെർമനന്റ് മാഗ്നറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കാഥോഡിൽ നമ്മൾ CRTയിൽ പഠിച്ച പോലെ കാഥോഡിൽ നേരെ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ ഒരു നമുക്ക് ഫോക്കസ് ചെയ്യിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫോക്കസിങ് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ പെർമനന്റ് മാഗ്നറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് എ സ്ട്രേറ്റ് പാത്ത് ഇറ്റ് വിൽ ഫോളോ എ സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാഥോഡും ആനോഡിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് ഡൈഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്കൊരു കപ്പാസിറ്റർ ആയിട്ട്, ഈ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ആവും അവിടെ. അതേസമയം ഈ ആനോഡിലെ ക്യാവിറ്റീസ് അവിടെ എന്താ സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റെസൊനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് റെസൊനേറ്റ് ചെയ്യാൻ നിർത്തി വെക്കുമ്പോൾ ഈ ക്യാവിറ്റീസ് ഒരു ഇൻഡക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം പറയുകയാണെങ്കിൽ ഒരു ഇൻഡക്ടറും ഉണ്ട്, ഒരു കപ്പാസിറ്ററും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ LC ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ LC ടാങ്ക് സർക്യൂട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറും അവിടെ ഇല്ല. പക്ഷേ ഈ എനർജി ഫീൽഡ്സ് കാരണം, ഈ ഡൈഇലക്ട്രിക് കാരണം ഈ കാഥോഡ് ആനോഡ് ഒരു കപ്പാസിറ്റർ ആയിട്ടും ഈ മാഗ്നറ്റ്സിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ആനോഡിന്റെ ക്യാവിറ്റി ഒരു ഇൻഡക്ടറും ആയിട്ടും അവിടെ ആക്ട് ചെയ്യാണ്. അപ്പോൾ LC ടാങ്ക് സർക്യൂട്ട് അവിടെ ഫോം ചെയ്യാണ്. ഈ LC ടാങ്ക് സർക്യൂട്ട് F is equal to 1/2π√LC എന്നുള്ള ഒരു ഫ്രീക്വൻസിയിൽ ഇത് റെസൊനേറ്റ് ചെയ്യും. ഇത് റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2450 ഹെർട്സ് ആണ്. അപ്പൊ ഇങ്ങനെ റെസൊനേറ്റ് ചെയ്യിച്ചിട്ടാണ് ആ ഫ്രീക്വൻസിയിൽ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേവ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് വരുന്ന വേവിനെ ആന്റീന യൂസ് ചെയ്ത് റേഡിയേറ്റ് ചെയ്യിക്കുകയാണ്. ഇതാണ് മാഗ്നട്രോണിന്റെ വർക്കിംഗ്. ഓക്കെ, ദെൻ നമ്മൾ ഈ റേഡിയേറ്റ് ചെയ്ത വേവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാനലിലൂടെ കടത്തി വിടണം എന്ന് പറഞ്ഞു അല്ലെ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേവ് ഗൈഡ്. ഇനി അതിന്റെ ഒരു പ്ലസ് ഫംഗ്ഷനും കൂടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റിറർ എന്ന് പറയുന്നത്. ഇതിന്റെ എന്താണ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. വേവ് ഗൈഡ് എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ്, ഹോളോ ട്യൂബ് ഷേപ്പ്, അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ഹോളോ കണ്ടക്ടിങ് ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെറ്റൽ ട്യൂബ് ദാറ്റ് ചാനൽസ് ദി മൈക്രോവേവ് ഫ്രം മാഗ്നട്രോൺ, ഇതാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ വേവിനെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഈ വേവ് ഗൈഡിനകത്ത് നടക്കുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, ജനറലി വേവ് ഗൈഡ് ബ്രാസ്, കോപ്പർ, സിൽവർ, അലൂമിനിയം അല്ലെങ്കിൽ എനി മെറ്റൽ ദാറ്റ് ഹാസ് ലോ ബൾക്ക് റെസിസ്റ്റിവിറ്റി, ഇതൊക്കെ കൊണ്ടാണ് വേവ് ഗൈഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ പറയാം, ഒരു മാഗ്നട്രോൺ ഉണ്ട്, മാഗ്നട്രോണിന്റെ ആന്റീന വേവ് ഗൈഡിലോട്ട് കൊടുത്തിരിക്കുകയാണ്, വേവ് ഗൈഡിൽ കൂടി ഇത് പാസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇത് പാസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ക്യൂബോയിഡ് ബോക്സിലാണ് അല്ലെങ്കിൽ ക്യൂബോയിഡ് ഷേപ്പിലാണ് ഈ മൈക്രോവേവ് ഓവൻ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഫുൾ ഏരിയയിലോട്ടും എന്ത് ചെയ്യണം, ഈ വേവിനെ നമുക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിറർ മോട്ടർ അല്ലെങ്കിൽ സ്റ്റിറർ ഫാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സ്റ്റിറർ
മോട്ടർ എന്ന് പറയുന്നത് ഒരു ഫാൻ പോലെ ഇരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ക്യാവിറ്റിയുടെ ടോപ്പിലാണ് ഇത് ഇരിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ക്യാവിറ്റിക്ക് ചുറ്റും അല്ലെങ്കിൽ അകത്ത് ഫുള്ളായിട്ട് ഈ മൈക്രോവേവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സ്റ്റിറർ മോട്ടർ എന്തിനാണ്? അപ്പൊ മൈക്രോവേവ്സിനെ ക്യാവിറ്റിക്കകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ സ്റ്റിറർ മോട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് യൂണിഫോംലി അവൈലബിൾ ആവും എല്ലാ സ്ഥലത്തും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കമ്പോണൻസ്. ഇനി ഈ കമ്പോണൻസ് കാരണം ഇതിന്റെ അകത്ത് നടക്കുന്ന മെക്കാനിസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക് വേവിനെ അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജീനെ മാഗ്നട്രോൺ യൂസ് ചെയ്ത് എന്താക്കുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നു. അതായത് മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം മൈക്രോവേവ് എന്ന് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ്. 2450 മെഗാഹെർട്സ് ആണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഈ മൈക്രോവേവ്സിനെ വേവ് ഗൈഡിലൂടെ കടത്തി വിട്ടിട്ട് എന്താണ് ഈ ക്യാവിറ്റിക്കകത്ത് ഫുൾ നമ്മൾ സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. സ്റ്റിറർ മോട്ടർ യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഈ വരുന്ന സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഈ എനർജി റിഫ്ലക്റ്റ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, അബ്സോർബ് ചെയ്യാം. അപ്പൊ ഈ ക്യാവിറ്റിക്ക് അകത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അകത്ത് മെറ്റൽ പോർഷൻസ് ഉള്ളതെല്ലാം അത് റിഫ്ലക്റ്റ് ആവുകയും പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള അതായത് ഇൻസുലേറ്റേഴ്സിൽ അത് ട്രാൻസ്മിറ്റ് ആവുകയും അതുപോലെ തന്നെ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ആവുകയും ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് അബ്സോർപ്ഷൻ ആണ്. ഇങ്ങനെ വരുന്ന എനർജി ഈ ഇതിനകത്തുള്ള ഫുഡ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലായിരിക്കും? ഈ 2450 മെഗാഹെർട്സിൽ ഈ വാട്ടർ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ കാരണമാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കുക്കിംഗ് പോസിബിൾ ആവുകയാണ്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള എന്ത് ഫുഡാണെങ്കിലും അതിൻ്റെ വാട്ടർ, ഫാറ്റ്, ഷുഗർ മോളിക്യൂൾസ് എല്ലാം ഈ മൈക്രോവേവിനെ അബ്സോർബ് ചെയ്ത് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ഹീറ്റ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ്? 2450 മെഗാഹെർട്സിലാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് മൈക്രോവേവ് ഓവന്റെ കുക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് എ ടിപ്പിക്കൽ മൈക്രോവേവ് ഓവൻ. സാധാരണമായിട്ടുള്ള നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓവന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. പവർ 230 വോൾട്ട്, 50 ഹെർട്സ് AC, പവർ കൺസംഷൻ 1 കിലോ വാട്ട്, മൈക്രോവേവ് ഔട്ട്പുട്ട് പവർ 600 വാട്ട്, മൈക്രോവേവ് ഫ്രീക്വൻസി 2450 മെഗാ ഹെർട്സ്, ക്യാവിറ്റി ഡയമെൻഷൻ അതായത് നിങ്ങളുടെ ഓവന്റെ ഡയമെൻഷൻ 300 by 290 by 210 millimeter. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് മൈക്രോവേവ് ഓവൻ. അപ്പോൾ ഇതിൽ നമുക്ക് 4 ടൈപ്പാണ് സാധാരണയായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്: സോളോ, കൺവെൻഷൻ, ഗ്രില്ല്, OTG. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഫങ്ഷൻ അനുസരിച്ചാണ് ഈ ടൈപ്പ് മാറുന്നത്. സോളോ ആണെങ്കിൽ ബേസിക് കുക്കിംഗ്, ഡീഫ്രോസ്റ്റിംഗ്, റീഹീറ്റിംഗ് ഇത്രയും പോസിബിൾ ആണ്. ബേക്കിംഗ് അല്ലെങ്കിൽ റോസ്റ്റിംഗ് പോസിബിൾ അല്ല. കൺവെക്ഷൻ ആണെങ്കിൽ ബേസിക് കുക്കിംഗ്, ഡീഫ്രോസ്റ്റിംഗ്, റീഹീറ്റിംഗ്, ബേക്കിംഗ്, റോസ്റ്റിംഗ് ഇതെല്ലാം പോസിബിൾ ആണ്. ഗ്രിൽ ടൈപ്പ് ആണെങ്കിൽ ഗ്രില്ലിംഗ്, ബേസിക് കുക്കിംഗ്, ഡീഫ്രോസ്റ്റിംഗ്, റീഹീറ്റിംഗ്. ബട്ട് ബേക്കിംഗ് അല്ലെങ്കിൽ റോസ്റ്റിംഗ് പോസിബിൾ അല്ല. ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് OTG, അതായത് ഓവൻ, ടോസ്റ്റർ, ഗ്രില്ല്. അതായത് ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും ബാർബിക്യൂ അടക്കം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. ദെൻ ബേക്കിംഗ് എല്ലാം പോസിബിൾ ആണ്. അതായത് ഒരുപാട് സാധാരണയുള്ള ബാക്കിയുള്ള 3 ടൈപ്പിനേക്കാളും ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റും.